കുടിവെള്ള വിതരണത്തിലെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും ചേർത്തല വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലയിലും കിഴക്കൻ മേഖലയിലും അടക്കമുള്ള 19 വാർഡുകളിൽ നാളുകളായി കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി തുടരുകയാണ്. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ചേർത്തല വാട്ടർ അതോറിറ്റി എയെ നിരന്തരം സമീപിച്ചിരുന്നെങ്കിലും നാളിതുവരെ വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഈ നിൽക്കുന്നതെല്ലാം തുറവൂർ പഞ്ചായത്തിൻ്റെ 19 വാർഡിലെയും മെമ്പർമാരാണ്. ഞങ്ങളുടെ ഏറ്റവും മുഖ്യമായ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. പലതവണ നമ്മളിവിടെ എയെ വന്ന് ഈ വെള്ളത്തിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും നാളിതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഞങ്ങൾ തുറവൂർ പഞ്ചായത്തിലേക്ക് എയിനെയും എഐസിനെയും വിളിച്ചു നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് വിളിച്ചെങ്കിലും അതിനും ഇന്ന് വരെ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ മുഖ്യമായ പ്രശ്നം ഞങ്ങൾക്ക് 19 വാർഡുകളിലും വിശിഷ്യ കോസ്റ്റൽ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഉപ്പേരിയുള്ള പ്രദേശങ്ങളിലൊന്നും മറ്റു വെള്ളം യാതൊരുവിധ വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യമാണ്. ഉൾപ്രദേശങ്ങളിൽ വീണ്ടും നമുക്ക് ബോർവെല്ലുകളിൽ നിന്നാണെങ്കിൽ അല്പം വെള്ളം എടുക്കാൻ പറ്റും. പക്ഷേ ഇത് കോസ്റ്റൽ മേഖലകളിലും കിഴക്കൻ ഏരിയകളിലും ഒരു വിധത്തിലും ഒരു തരി വെള്ളം കിട്ടാത്ത ഈ ജപ്പാൻ വെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളാണുള്ളത്. അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. പലതവണ നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെയാണെങ്കിൽ നമ്മുടെ പുത്തൻചന്ത പെട്രോൾ പമ്പിന് സമീപം ടാങ്ക് പൈപ്പ് പൊട്ടി 4 ദിവസമായിട്ട് വെള്ളം ഒഴുകി ആ ഒരു വീട് മൊത്തം മുങ്ങിയും അവിടെ പണിതിരിക്കുന്ന ഓട നിറച്ച് വെള്ളം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അവിടെ നന്നാക്കാനായിട്ട് ഒരു പ്ലംബർമാരെ ഇതുവരെ വിട്ടിട്ടില്ല. അതുപോലെ തന്നെ തെക്കടിശ്ശേരി പാലത്തിൻ്റെ തെക്കുവശത്തായിട്ട് 2 വർഷമായിട്ട് അവിടെ വെള്ളം പൊട്ടി ഒഴിക്കുന്നതാണെന്നാണ് അവിടുത്തെ മുൻ മെമ്പറും നിലവിലെ മെമ്പറും പറയുന്നത്. കാരണം ഇവിടെ വന്ന് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഞാനത് അവിടെ കാണാനിടയായി. ഞാനതെടുത്ത് വീഡിയോ എടുത്ത് ഇട്ട് കൊടുത്തു. ഇവിടുത്തെ എയ്ക്ക് ഇട്ട് കൊടുത്തു. നോക്കട്ടെ, പുള്ളി അറിഞ്ഞില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ ഒരു സ്ഥിതി തന്നെയാണ് അവിടെ തുടർന്നു പോകുന്നത്. ഇങ്ങനെ പല ഭാഗങ്ങളിലും വെള്ളം പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് കുടിക്കാനൊരു തുള്ളി വെള്ളം നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു സൂചന മാത്രമാണ്. തുടർന്ന് ഞങ്ങൾ പൊതുജനങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ സമരത്തിന് വരും. ഇവിടുത്തെ എയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് തുറവൂരിന് തനതായൊരു ടാങ്ക് ഇല്ലാത്തത് കൊണ്ടാണ് തുറവൂരിന് വെള്ളം ഇല്ലാത്തതെന്ന്. പക്ഷേ 2 പഞ്ചായത്തിനും കൂടി ഉൾക്കൊള്ളാൻ പറ്റിയ സംഭരണ ശേഷിയുള്ളൊരു ടാങ്കാണ് കുത്തോട് സ്ഥാപിച്ചിരിക്കുന്നത്. അത് തന്നെയുമല്ല, കഴിഞ്ഞ ജനുവരി മാസം പകുതിയോളം നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ജനുവരി മാസം പകുതിക്ക് ശേഷമാണ്, ഏകദേശം ഒരു 12-ാം തീയതിക്ക് ശേഷമാണ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ക്ഷാമം രൂക്ഷമായിട്ട് നേരിടുന്നത്. അത് ശരിക്കും ഇവിടുത്തെ എയുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച തന്നെയാണ്. പവറിൽ വെള്ളം അടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉൾപ്രദേശങ്ങളിൽ എല്ലായിടത്തും വെള്ളം കിട്ടുന്നുണ്ട്. പവറിൽ വെള്ളം അടിക്കാത്തതിൻ്റെ ഒരൊറ്റ പ്രശ്നം മാത്രമാണ് ഞങ്ങളിപ്പോൾ നേരിടുന്നത്. പവറിൽ വെള്ളം അടിക്കാൻ പറയുമ്പോൾ പുള്ളിക്കാരത്ത് പറയുന്നത് എല്ലായിടവും പൊട്ടിപ്പോകും, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നാണ്. എന്നാൽ പവറിൽ വെള്ളം അടിക്കാഞ്ഞിട്ട് തന്നെ നിരന്തരം അരൂര് മുതൽ ഇങ്ങനെ പൈപ്പ് പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ഇങ്ങനെ ധാരാളം വെള്ളം ഒഴുകി പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. തുറവൂരിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ സമരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പഞ്ചായത്തിലെ 19 ജനപ്രതിനിധികളും പങ്കെടുത്തു.